ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള 3 ബൺ ഹെയർ സ്റ്റൈൽ കാണാം കേട്ടോ. ഈ ഒരു ചൂടുകാലത്ത് ഈ ഒരു രീതിയിൽ കെട്ടിയേക്കാൻ നമുക്ക് അതിൻ്റെ വേറെ ഗുണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ മുടി അധികം ജട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയാം. അതിനുശേഷം ബണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് പോണിറ്റെയിൽ പോലെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ പോണിറ്റെയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ മുടി ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ നമ്മുടെ മുടി ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മൾ ഏത് സൈഡിലേക്കാണോ ട്വിസ്റ്റ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചു കൊടുത്തത് ലൂസായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു ക്രാബ് എടുക്കുക. എന്നിട്ട് എവിടെയാണോ മുടിയുടെ അറ്റം നമ്മൾ ഇതേപോലെ റൗണ്ടാക്കി വെച്ചതെങ്കിൽ ആ ഒരു സ്ഥലത്തായിട്ട് ക്രാബ് ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സിമ്പിളായിട്ടുള്ളൊരു ബൺ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ കണ്ടാലോ. അതിനായിട്ട് ഇതേപോലെ തന്നെ മുടി നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് പോണിറ്റെയിലൊന്ന് കെട്ടിയെടുക്കുക. ഇതുപോലെ പോണിറ്റെയിൽ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ മുടി മേലേക്കായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു ക്രാബ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കിത് വേറൊരു പോണിറ്റെയിൽ പോലെ കിട്ടും. ഇനി ഒരു മുടിയുടെ കാൽ ഭാഗത്തായി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുടി ഇതേപോലെ ലെങ്ത്തിൽ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബണ്ണ് വെച്ചിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ കൊടുത്തതിനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഇട്ട ഒരു ബണ്ണുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള എല്ലാ മുടിയും ഇതേപോലെ നമ്മളൊന്നാക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയുള്ള ബണ്ണിൻ്റെ രൂപത്തിൽ കിട്ടും. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലൈഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ സ്റ്റൈലിന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ പോണിറ്റെയിലൊന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് മുടി ഇതേപോലെ നമ്മൾ 2 സെക്ഷനായിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം മുടി ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ആദ്യത്തെ സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് മുടിയുടെ അറ്റം വരെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പോണിറ്റെയിൽ കെട്ടിയതിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ഒരു ബൺ സ്റ്റൈലിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ആദ്യത്തെ സൈഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ അടുത്ത ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള മുടി ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 2 സൈഡും നന്നായിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു ക്രാബ് ഉപയോഗിച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള 3 ബൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്.